ഹലോ നമസ്കാരം. ഇന്ന് ബോർഡ് എക്സാം ക്യാപ്സ്യൂളിൽ നമുക്ക് ഫയർ ആൻഡ് ഐസ് എന്നുള്ള പോയം പഠിക്കാം. വളരെ ചെറിയ പോയമാണ്, ബട്ട് ഭയങ്കര മീനിങ് ഫുള്ളായിട്ടുള്ള പോയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ഹ്യൂമൻസ് ആണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിന് സ്വയം നശിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഈ പോയം തന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷൻസ് ശരിക്കും ഹ്യൂമൻ ബീയിങ്സിനെ റൂൾ ചെയ്യുന്നു, ഭരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അത് ഹ്യൂമൻ ബീയിങ്സിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു, നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹ്യൂമൻസ് തങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് അവരുടെ ജീവിതം തന്നെ റൂയിൻ ചെയ്യും, നശിപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഈ വേൾഡിനെയും അത് ഡിസ്ട്രോയ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പോയിൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കാരണം പോയത്തിൻ്റെ സമ്മറിയൊക്കെ നമ്മൾ പഠിക്കും, പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സ്ട്രാ മാർക്സ് കിട്ടും. പിന്നെ പോയറ്റ് ആരാണെന്നറിയാമല്ലോ, പോയറ്റ് ഇസ് റോബർട്ട് ഫ്രോസ്റ്റ്. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഏതൊരു പ്രശ്നം നോക്കിയാലും എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്? പരസ്പരമുള്ള വിദ്വേഷം കൊണ്ടും, പരസ്പരം മറ്റൊരാളുടെ പ്രവൃത്തികൾ നമുക്കിഷ്ടമല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ നന്നാവുന്നത് നമുക്കിഷ്ടമല്ല, പ്രോഗ്രസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ഡെവലപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായാൽ പോലും. അപ്പോൾ ശരിക്കും പോയറ്റ് മുൻകൂട്ടി പറയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഭൂമി നശിക്കാൻ പോകുന്നത്. അതായത് മനുഷ്യരുടെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, മനുഷ്യരെ സ്വയം നശിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. രണ്ട് മോശ സ്വഭാവം കൊണ്ട് സ്വയം നശിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമി നശിച്ചു പോകുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. Poem is revolving around the theme that human emotions are destructive and has two possible forms. ഇത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. The poet Robert Frost thinks that our world will end one day, but is not sure how soon. ഉടനെ തന്നെ നമ്മുടെ ലോകം എൻഡ് ചെയ്യും, പക്ഷേ അത് എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് പോയറ്റിന് കൺഫ്യൂഷൻ. അദ്ദേഹം പറയുന്നത് രണ്ട് ഒപ്പീനിയൻ ഉണ്ട് എന്നാണ്. അതിൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഫയർ കൊണ്ടും, മറ്റൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഐസ് കൊണ്ടും. ലോകം ഫയർ കൊണ്ട് എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഐസ് കൊണ്ട് എൻഡ് ചെയ്യാം, ചിലപ്പോൾ രണ്ടും കൊണ്ടും എൻഡ് ചെയ്യും. ബോത്ത്, അതായത് ഫയർ ആൻഡ് ഐസ്, അതിലേതെങ്കിലും ഒന്ന് മാത്രമല്ല, ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടും എൻഡ് ചെയ്യാം എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഈ പവർഫുള്ളായിട്ടുള്ള രണ്ട് നാച്ചുറൽ ഫോഴ്സസിനെ, അതായത് ഫയറിനെയും ഐസിനെയും, അത് പ്രകൃതിയുടെ ഒരു അംശമാണല്ലോ, അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? ഫയറിനെ അദ്ദേഹം ഡിസയർ, അതായത് ആഗ്രഹങ്ങളോടും, ഐസിനെ ഹേറ്റഡിനോടും, വെറുപ്പിനോടും അദ്ദേഹം കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഫയർ എന്തിൻ്റെ സിമ്പലാണ്? ഫയർ ഡിസയറിൻ്റെ സിമ്പലും ഐസ് എന്ന് പറയുന്നത് ഹേറ്റഡിൻ്റെ സിമ്പലുമാണ്. പോയിട്ട് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് ഭയങ്കര ഡിസയറാണ്. അതുകൊണ്ട് തന്നെ ഈ അത്യാഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അമിതമായ ആഗ്രഹങ്ങൾ കൊണ്ട് വേൾഡ് എൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഹ്യൂമൻ ഡിസയർ എന്ന് പറയുന്ന, ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും കൺട്രോൾ ചെയ്യാത്ത തീ പോലെയാണ്. അത് പടർന്നു കയറും, ലോകം എൻഡ് ചെയ്യും. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഐസ് എന്നുള്ള സിമ്പലാണ്. ഐസ് എന്ന് പറയുന്നത് ഹേട്രഡാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി വെച്ചിട്ടായാലും, വർഗം വെച്ചിട്ടായാലും, വർണ്ണം, കളർ വെച്ചിട്ടായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കളർ, കാസ്റ്റ്, ക്രീഡ്, അല്ലെങ്കിൽ നാഷണാലിറ്റി, റേസ്, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുകയാണ്, ഹേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിൽ ഹ്യൂമാനിറ്റി ഇല്ല എന്ന് പറയുന്നത്, അതായത് മനുഷ്യത്വം ഇല്ല എന്ന് പറയുന്നു. അപ്പം ഇതുകൊണ്ടും വേൾഡ് എൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഐസ് കൊണ്ടും ഫയർ കൊണ്ടും വേൾഡ് എൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾക്കിപ്പോൾ മനസ്സിൽ വെറുപ്പും അതിനോടൊപ്പം തന്നെ ഓവറായിട്ടുള്ള ആഗ്രഹങ്ങളുമുണ്ട്. അതുവഴി ഇത് രണ്ട് കൊണ്ടും ലോകം എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. താങ്ക് യു.